യെസ് ഓൾ ഗായ്സ്, നമ്മള് ഇന്ന് ഒരു പ്രത്യേക കാര്യങ്ങളാണ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത്. അതായത് കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ താരമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം, അതായത് കണ്ണൂർ ജില്ലയിലുള്ള നമ്മളെ സരിൻ നിർമ്മിച്ച ലംബോർഗിനിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് സരിന് വരുന്നത്. കുറേ ദിവസമായി നമ്മളെല്ലാം കാർ ഭ്രാന്തന്മാരാണ്. എനിക്ക് 3 ആൺകുട്ടികളാണ്. കുറെ ദിവസമായി ഇങ്ങനെ സരിന്റെ അടുത്ത്, അതായത് നമ്മള് വീട്ടിന്റെ തലശ്ശേരിന്റെ അടുത്ത് പെരളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മൂപ്പറ് വീട്. 1 വർഷമായിട്ടാണ് മൂപ്പറ് ഈ ഒരു ലംബോർഗിനി നിർമ്മിച്ചത്. അത് നിർമ്മിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോയ്സ് കണ്ടിട്ടാണ് മൂപ്പറ് ഈ ഒരു വണ്ടി നിർമ്മിക്കുന്നത്. അപ്രീഷിയേറ്റ് ചെയ്യേ മതിയാവുള്ളൂ. എന്നാൽ അത് അത്രയും പെർഫെക്ഷൻ ആയിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ സരിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഉപഹാരം. ഇപ്പോ നമ്മുടെ വക നമ്മളെ ലംബോർഗിനിന്റെ പിന്നെ മിനിയേച്ചർ ഏതാണ്ട് അതേ കളർന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ അയച്ചു? അപ്പോ നമുക്ക് എന്താന്ന് പറയുകയാണെങ്കിൽ നമ്മളെല്ലാം കാറ് ഭ്രാന്തന്മാരാണ്. പണ്ടേ കാറുകൊണ്ട് അത്രയും പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇത് അത്രയും പെർഫെക്ഷനായിട്ട് ചെയ്തിന് മൂപ്പര്. കാണുന്നില്ല നിങ്ങൾ? ഒന്നും പറയാനില്ല. അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ബാക്ക് സൈഡ് നോക്കിയാൽ അറിയാൻ പറ്റും. കാണുന്നില്ലേ? ഇതിന്റെ ആ ഒരു ബാക്ക് ഒന്ന് തുറക്കാൻ പറ്റുമോ? അതായത് ഇതിന് ശരിക്കും പറയുകയാണെങ്കിൽ പെർമിഷൻ കിട്ടൂല. എന്നാലും പിന്നെ ഇങ്ങനെ അത്യാവശ്യം ചില അനുമതികൾ നേടിയിട്ടില്ല. അന്നെന്തോ നിങ്ങൾ റോഡിൽ ഇറക്കിന്നല്ലോ അല്ലേ കഴിഞ്ഞ പിന്നെ ഇറക്കിന്ന്. ഇത് ശരിക്കും മൂപ്പര് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ടാറ്റന്റെ നാനോന്റെ എഞ്ചിനാണ്. എഞ്ചിന്റെ സൈഡാണ് ഇത് വരുന്നത്. ഇതാണല്ലോ ഡിക്ക് കാര്യങ്ങളെല്ലാം അതേ ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വേണ്ട ഇങ്ങനെ പൊന്തിക്കുന്ന രീതിയിൽ ഇതാ ജസ്റ്റ് ഉള്ളിലൊന്ന് കയറിയിട്ടുണ്ട്. ഇതൊന്ന് സ്റ്റാർട്ടാക്കട്ടെ. ഇതെങ്ങനെ സ്വിച്ച് എങ്ങനെ സാധാരണ പോലത്തെ പൊളിയട്ടോ. ആദ്യമായിട്ട് ഇങ്ങനെ അയച്ചോറുള്ള വണ്ടിയിലാണ് ഇരിക്കുന്നത്. അത് ഹോണ്ട സിറ്റിന്റെ ഇതൊക്കെ, അതായത് നമ്മളെ ഡാഷും കാര്യങ്ങളൊക്കെ ഹോണ്ട സിറ്റിന്റെയാണ്. സംഭവം ഒന്നും പറയാനില്ല. പൊളി സീറ്റായാലും സീറ്റൊക്കെ അത്ര പെർഫെക്ഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സരിനെ ഒന്നും പറയാനില്ല. ഭയങ്കര ഇഷ്ടമായി പോയി. അതുകൊണ്ടാണ് സരിനെ തേടിയിട്ട് നമ്മൾ വന്നത്. ഒപ്പാകട്ടെ ഇതൊക്കെയാ നമ്മളെ ആസിഫ് എങ്ങനെയുണ്ട്? പൊളിയല്ല? സംഗതി ഒന്നും പറയാനില്ല. സരിനെ അടിപൊളിയായിട്ടൊന്ന് ചെയ്തോ. സെറ്റ് നെഞ്ചാകെ നിൻ ചിരിയാലേ